വരുന്നു. മലപ്പുറം ചമ്രവട്ടത്ത് തെരുവുനായ ആക്രമണം എന്ന വാർത്തയാണ്. 14-കാരിയെ ആക്രമിക്കുന്നത് തടഞ്ഞ ആൾക്ക് തെരുവുനായുടെ കടിയേറ്റു. കൈക്കും കഴുത്തിനും ഗുരുതര പരിക്കേറ്റ സുരേഷ് ചികിത്സയിൽ. ഗോകുൽ കെ വേണുഗോപാൽ വാർത്തയുടെ വിവരങ്ങൾ ചേരുകയാണ്. ഗോകുൽ, ഒരാളെ രക്ഷിക്കാൻ പോയതാണ്. രക്ഷിക്കാൻ പോയ ആൾക്ക് കടിയേൽക്കുക മാത്രമല്ല അത്യാവശ്യം വലിയ പരിക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? കഷ്ടമാണെന്നേ. ഇന്നലെയും നമ്മൾ കണ്ടു, മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു, അതിനു മുമ്പും നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളൊന്നും കാണാം. ഗോകുൽ കെ വേണുഗോപാൽ, ഗോകുൽ, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പ്രത്യേകിച്ച് ഞെട്ടണമെന്നില്ല. കാര്യം എന്താണെന്ന് അറിയോ? ഇന്നലെ കണ്ടു, നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടു, അതിന് മുമ്പ് കണ്ടു, എല്ലാ ദിവസവും കാണുന്നു, കുഞ്ഞുങ്ങളെ കടിക്കുന്നത് കാണുന്നു. ഇതിപ്പോ ഈ ചേട്ടന്റെ പരിക്കോർച്ച് പ്രശ്നം തോന്നുന്നല്ലേ ഗോകുൽ? തീർച്ചയായും ഹാഷ്മി, ഞെട്ടലുണ്ടാവുന്നില്ല എങ്കിലും ഇവരുടെയൊക്കെ മുറിവുകൾ, ഈ അപകടം പറ്റുന്ന ആളുകളുടെ എണ്ണം മാറി മാറി വരുന്നു, പേരുകൾ മാറി മാറി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഈ പറയുന്ന ഇത് ഇടപെടേണ്ട അധികൃതർ ഇതിനെ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. തിരൂർ ആനയൊഴുക്കുംപാലം ചമ്രവട്ട സ്വദേശിയായിട്ടുള്ള സുരേഷിനാണ് ഇത്തരത്തിലൊരു അപകടം പറ്റിയത്. സുരേഷിന് അപകടം പറ്റുന്നത് ഒരു 14-കാരി പെൺകുട്ടിക്ക് നേരെ തെരുവുനായ ആക്രമിക്കാൻ വരുന്നു. അത് കണ്ടുകൊണ്ട് റോഡിന്റെ മറുവശത്ത് നിൽക്കുന്ന സുരേഷ് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് പെൺകുട്ടിയെ വിട്ട് സുരേഷിന് നേരെ ഈ തെരുവുനായ ചാടിയെടുക്കുകയാണ്. ഭീകരമായ രീതിയിൽ ഇയാളുടെ കൈക്ക് കടിക്കുന്നുണ്ട്. കൈക്ക് കടിച്ച ഉടനെ തന്നെ സുരേഷ് നിലത്ത് വീഴുകയാണ്. നിലത്തോടയിലേക്ക് വീഴുന്നു. ഇത് കണ്ട് ആളുകൾ ഓടിക്കൂടി ഈ തെരുവുനായയുടെ വായ തുറന്ന് അതിനകത്തേക്ക് കല്ലുവച്ചതിന് ശേഷമാണ് സുരേഷിനെ രക്ഷിക്കുന്നത്. ഇയാളുടെ കൈക്കും ശരീരത്താകെയായി ഏകദേശം 15ഓളം മുറിവുകളുണ്ട്. ഇതിനുശേഷം ഇയാൾ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ച് ഇപ്പോഴും ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരമായ രീതിയിലുള്ള അക്രമമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മദ്രസയിൽ പോയി മടങ്ങി വരികയായിരുന്നു ഒരു പെൺകുട്ടിക്ക് നേരെ തെരുവുനായ ചാടിയെടുക്കുന്നു. ആ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി പോയതായിരുന്നു ഈ സുരേഷ്. അയാൾ അവിടെ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. 15ഓളം പരിക്കുകളുമായിട്ട് ഇപ്പോൾ അയാൾ വീട്ടിലാണ് ഉള്ളത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.